ഇത്തവണ കേരളത്തിൽ ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മണ്ഡലമാണ്, നിയമസഭാ മണ്ഡലമാണ് ബേപ്പൂർ. കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളിൽ ഒന്ന് മാത്രമാണ് ബേപ്പൂരെങ്കിലും. എന്താണ് ബേപ്പൂരിനുള്ള പ്രത്യേകത എന്ന് പലരും ചോദിച്ചേക്കാം. എന്നാൽ ബേപ്പൂരിനെ ഒരു പ്രത്യേക മണ്ഡലമാക്കി മാറ്റുന്നത് മുഹമ്മദ് റിയാസിന്റെ മണ്ഡലം എന്ന നിലയിലാണ്. മുഹമ്മദ് റിയാസിനെ എതിർക്കാൻ PV അൻവർ, കുറെ നാൾ ഇടതുപക്ഷത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന MLA PV അൻവർ, അദ്ദേഹം LDF പാളയം വിട്ട് ഇപ്പോൾ UDF കൂടെ മത്സരിക്കുകയാണ്. PV അൻവറിന്റെ പ്രധാനപ്പെട്ട അജണ്ട തന്നെ താൻ പിണറായിസത്തെ എതിർക്കുന്നു എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ പിണറായിയുടെ ശക്തനായ വക്താവായ രംഗത്ത് വരികയും നിയമസഭയിലൊക്കെ പിണറായിക്ക് വേണ്ടി പോരാടുകയും ഒക്കെ ചെയ്തിരുന്ന PV അൻവർ, നേരത്തെ അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു, സ്വതന്ത്രനായി മത്സരിച്ചിട്ടുണ്ട്, റിബലായി മത്സരിച്ചിട്ടുണ്ട്. പിന്നീടാണ് അദ്ദേഹം LDF സ്ഥാനാർത്ഥിയായിട്ട് നിലമ്പൂരിൽ നിന്ന് ജയിച്ചു വരുന്നത്. പിന്നീട് അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി തെറ്റുന്നു, അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കുന്നു, ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ UDF ആണ് ജയിക്കുന്നത്. അൻവർ സ്വതന്ത്രമായി മത്സരിക്കുകയും നല്ല വോട്ട് പിടിക്കുകയും ചെയ്തു. ഇപ്പോൾ അൻവർ പറഞ്ഞിരിക്കുന്നത് താൻ ബേപ്പൂരിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് വരും. അദ്ദേഹത്തിന്റെ ലക്ഷ്യം പിണറായി സത്തെ തകർക്കുക. അപ്പൊ പിണറായി എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് പിണറായിയുടെ മരുമകൻ, മകളുടെ ഭർത്താവാണ് മുഹമ്മദ് റിയാസ്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. മരുമോത്സത്തെ തകർക്കുക എന്നുള്ളത് കൂടിയാണ് തന്റെ ലക്ഷ്യം. പക്ഷെ ഇങ്ങനെ PV അൻവർ പറയുന്നുണ്ടെങ്കിലും, PV അൻവർ നിലമ്പൂരിലൊക്കെ ഇലക്ഷൻ ജയിച്ച ആളാണെങ്കിലും ബേപ്പൂരിൽ ജയിച്ചു കയറുക എന്നത് UDF സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഷ്കരമായ ഒരു കാര്യമാണെന്ന് പറയാം. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ 27,000 വോട്ടുകൾക്കാണ് കോൺഗ്രസിലെ PM നിയാസിനെ മുഹമ്മദ് റിയാസ്, CPM മുഹമ്മദ് റിയാസ് തോൽപ്പിക്കുന്നത്. ബേപ്പൂർ മണ്ഡലത്തിന്റെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ അതൊരു പരമ്പരാഗതമായ CPM മണ്ഡലമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 1977 കേരളത്തിലെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അന്ന് കേരളത്തിലെ 140 നിയമസഭാ സീറ്റുകളിൽ 111 സീറ്റിലും UDF ആണ് ജയിച്ചത്. അന്ന് കോൺഗ്രസിലെ NP മൊയ്തീൻ ജയിച്ചതൊഴിച്ചാൽ പിന്നീട് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആരും ജയിച്ചിട്ടില്ല. അടുത്ത തവണ NP മൊയ്തീൻ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിട്ട് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ദേവരാജ് അറസ്റ്റിന്റെ കോൺഗ്രസ് U വിഭാഗം അല്ലെങ്കിൽ ആന്റണി വിഭാഗം LDF കൂട്ടുചേർന്ന് മത്സരിച്ച ആ ഒരു 1980 തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് NP മൊയ്തീൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ജയിക്കുന്നത്. അങ്ങനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ഒരിക്കൽ NP മൊയ്തീൻ UDF ഭാഗമായി അല്ലെങ്കിൽ ഐക്യ കക്ഷികളുടെ ഭാഗമായിട്ട് മത്സരിക്കുന്നു, പിന്നീട് ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിട്ട് മത്സരിക്കുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു തവണ മാത്രമാണ്, 1977 മാത്രമാണ് അവിടെ കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനു മുമ്പൊക്കെ അവിടെ ചാത്തുണ്ണി മാഷായിരുന്നു വിജയിച്ചിരുന്നത് 1970. പിന്നീട് CPM പ്രമുഖ നേതാവായിട്ടുള്ള മൂസക്കുട്ടി ജയിക്കുന്നു. അതിനുശേഷം മലപ്പുറം DCC പ്രസിഡന്റ് ആയിരുന്ന കോൺഗ്രസ്സുകാരനായ TK ഹംസ പാർട്ടിയുമായിട്ട് തെറ്റിയിട്ട് അദ്ദേഹം CPM വരുന്നു. അദ്ദേഹം CPM സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിച്ച് ജയിക്കുകയാണ്. 87-ലും 91-ലും 96-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം ബേപ്പൂരിൽ നിന്ന് വിജയിക്കുന്നു. പിന്നീടാണ് VKC മുഹമ്മദ് കോയ എന്ന ഒരു വ്യാപാരി ബിസിനസ്സുകാരൻ അദ്ദേഹം CPM സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. 2001-ലും 2016-ലും VKC മുഹമ്മദ് കോയയാണ് ജയിച്ചത്. അതിനിടയിലുള്ള 2 തവണ എളമരം കരീം CITU നേതാവ് CPM സ്ഥാനാർത്ഥിയായിട്ട്, എളമരം കരീമാണ് MLA ആയിട്ട് ബേപ്പൂരിൽ ജയിച്ചത്. അപ്പൊ അങ്ങനെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് ദീർഘകാലമായിട്ട് CPM കൈവശമുള്ള ഇടതുപക്ഷത്തിന്റെ കൈവശമുള്ള മണ്ഡലമാണ് എന്ന് പറയാൻ കഴിയും. അതേപോലെ തന്നെ മുസ്ലിം സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. പക്ഷേ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ പലരും മൈൻ ഹാജി ആണെങ്കിലും അതുപോലുള്ള ആളുകളൊക്കെ തന്നെ മത്സരിച്ചിട്ടും അവർക്ക് CPM തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു മണ്ഡലമാണ് ബേപ്പൂർ. അതേപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ അല്ലെങ്കിൽ കേരളത്തിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം വേദന ഉണ്ടാക്കിയ മാറാട് കലാപം നടന്നതും ഈ പ്രദേശത്താണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രദേശമാണ് ബേപ്പൂർ. CPM പരമ്പരാഗത ശക്തി കേന്ദ്രമാണ്. അവിടെയാണ് മരുമോൻസത്തെ തകർക്കാൻ വേണ്ടി കച്ചകെട്ടി PV അൻവർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ പോരാട്ടം കേരളം മുഴുവൻ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഇതോടൊപ്പം തന്നെ ഇവിടെ മൂന്നാം കക്ഷിയായിട്ടുള്ള BJP വളരെ കരുത്തുറ്റ ഒരു പാർട്ടിയാണ് BJP. കാരണം 28,000 30,000 വോട്ടുകളൊക്കെ അവർക്ക് കിട്ടും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP മികച്ച പ്രകടനമാണ് ഈ മണ്ഡലത്തിൽ നിന്ന് നേടിയത്. അതുകൊണ്ട് തന്നെ BJP ഒരു സാധാരണഗതിയിൽ തന്നെ ഈ ഇപ്പോഴത്തെ ഒരു പരിസ്ഥിതിയിൽ ഒരു 10-35,000 വോട്ട് പിടിക്കുക എന്ന് പറയുന്നത് BJP സംബന്ധിച്ചിടത്തോളം അത്ര ദുഷ്കരമായിരിക്കില്ല. പക്ഷെ BJP സമാഹരിക്കുന്ന വോട്ടുകൾ
ആരുടെ വോട്ടുകളാവും എന്നുള്ളതാണ് ഒരു വിഷയം. കഴിഞ്ഞ തവണ 81,000 വോട്ടാണ് മുഹമ്മദ് റിയാസ് നേടിയത്. 53,000 വോട്ടാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി PM നിയാസ് നേടിയത്. BJP 26,000 ചില്ലാണം വോട്ട് നേടി. 28,000-ഓളം വോട്ട് അവർ ലോക്സഭയിൽ നേടിയിട്ടുണ്ട്. അങ്ങനെ ഒരു 10-30 വോട്ടൊക്കെ BJPക്ക് എളുപ്പത്തിൽ പിടിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ്. അപ്പം ടോട്ടൽ വോട്ടുമായിട്ട് തട്ടിച്ച് നോക്കുന്ന സമയത്ത് ഓരോരുത്തരുടെയും ഷെയർ എന്ന് പറയുമ്പോൾ CPM-ന്റെ ഷെയർ അതിനകത്ത് വളരെ കൂടുതലാണെന്ന് കാണാം. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായ ഒരു ഘടകം എന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MK രാഘവൻ ഈ മണ്ഡലത്തിൽ ലീഡ് നേടിയിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനു മുമ്പും ലീഡ് നേടിയിരുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് സ്ഥിതിഗതികൾ മറിച്ചാവുകയാണ് ചെയ്യുന്നത്. ഇടക്കാലത്ത് കോൺഗ്രസിന്റെ നേതാവ് ആദം മുൾസി 5,000 വോട്ടിന് വരെ തോറ്റ്. അതായത് മാർജിൻ, CPM-ആയിട്ടുള്ള മാർജിൻ വളരെ താഴേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിലാണ് PV അൻവറിന്റെ പോരാട്ടം. അപ്പൊ PV അൻവറിന് സാധാരണ മുസ്ലിം വോട്ട് ആകർഷിക്കാനുള്ളൊരു സ്വതസിദ്ധമായ ഒരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ശരാശരി മുസ്ലിം വോട്ട് സമാഹരിക്കുന്നതിൽ അദ്ദേഹം മിടുക്കനാണ്. അദ്ദേഹം അതിന് കഴിയും. അതുകൊണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് ജയിക്കാനും കഴിയും. BJP വളരെ ശക്തമായിട്ട് ഹിന്ദുക്കളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ടുകൾ ആകർഷിക്കാൻ BJPക്ക് കഴിയുകയാണെങ്കിൽ, മുസ്ലിം വോട്ടിലുള്ളൊരു ഹിന്ദു വോട്ട് പരമാവധി BJP പിടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തവണത്തെ പൊതുവെ അന്തരീക്ഷം മുസ്ലിം സംഘടനകളൊക്കെ തന്നെ ലീഗിന്റെ കൂടെയാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ വിഭാഗം ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നേക്കാം എന്നുള്ള സൂചനകളെ ഏറ്റവും ഒടുവിൽ വരുന്നത്. എന്തു തന്നെ ആയാലും വളരെ കടുത്ത പോരാട്ടമായിരിക്കും ബേപ്പൂരിൽ നടക്കാൻ പോകുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ശക്തനായ നേതാവ്, ചാനൽ ചർച്ചകളിലൊക്കെ സജീവ സാന്നിധ്യമായിട്ടുള്ള അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ സ്ഥാനാർത്ഥിയാവും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. BJP ഇതുവരെ സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. അതേപോലെ CPM-ഉം അതിന്റെ ജില്ലാ കമ്മിറ്റികളൊക്കെ ചേർന്ന് സംസ്ഥാന കമ്മിറ്റിക്ക് പാനലുകളൊക്കെ അയക്കുന്ന പ്രക്രിയ ആയിട്ടേ ഉള്ളൂ. ഇനി സംസ്ഥാന കമ്മിറ്റി നിശ്ചയിച്ചത് ജില്ലയ്ക്ക് കൊടുത്ത് അതിനുശേഷമാണ് അവസാന ഘട്ടത്തിലാണ് അവർ സ്ഥാനാർത്ഥികളെ അനൗൺസ് ചെയ്യുന്നത്. പക്ഷെ എന്തു തന്നെയായാലും മുഹമ്മദ് റിയാസ് തന്നെയായിരിക്കും ബേപ്പൂരിലെ സ്ഥാനാർത്ഥി എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന നിലയിലും പിണറായി വിജയന്റെ മരുമകൻ എന്ന നിലയിൽ വളരെയേറെ ശ്രദ്ധ ആകർഷിച്ച ആളാണ്. അതേപോലെ തന്നെ UDF-ന്റെയും മറ്റ് ആളുകളുടെയൊക്കെ ശത്രുതയ്ക്ക് അല്ലെങ്കിൽ വിമർശനത്തിന് വിധേയനായ ആളാണ് അദ്ദേഹം. പലപ്പോഴും പിണറായി വിജയനെതിരായ ശക്തമായ ആക്രമണങ്ങളൊക്കെ വരുന്ന സമയത്ത് മറ്റു മന്ത്രിമാരെ കനങ്ങാതിരുന്നു. പിണറായിയെ ഡിഫെൻഡ് ചെയ്യാൻ മുഹമ്മദ് റിയാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളൊരു ഒരു കാര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അടുത്ത മുഖ്യമന്ത്രി ആരെന്ന നിലയിലേക്ക് മുഹമ്മദ് റിയാസിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണം ഉയർന്നിരുന്നു. എന്തിനായാലും കേരളം ഏറ്റവും ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ഒരു കടുത്ത ത്രികോണ മത്സരമാണ് ബേപ്പൂരിൽ നടക്കാൻ പോകുന്നത്. എങ്ങനെയെങ്കിലും പിണറായിസത്തെ തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ മരുമകനെ പൊട്ടിക്കാൻ വേണ്ടിയുള്ള PV അൻവറിന്റെ ശ്രമം, അതേപോലെ തന്നെ തന്റെ സ്വന്തം കോട്ട രക്ഷിക്കുകയും അതേപോലെ തന്നെ തന്റെ തന്നെ രാഷ്ട്രീയമായ നിലനിൽപ്പിന് വേണ്ടി കൊണ്ടുള്ള ഒരു പോരാട്ടമാണ് മുഹമ്മദ് റിയാസ് നടത്തുന്നത്. അതേപോലെ തന്നെ BJP ആണെങ്കിൽ എങ്ങനെയെങ്കിലും മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ പരമാവധി വോട്ട് സമാഹരിക്കുക എന്ന ലക്ഷ്യമായിട്ട് അവരുടെ ഏറ്റവും മികച്ച ചാനൽ ചർച്ചയിലെ മുഖമായ ശ്രീപത്മനാഭൻ, അങ്ങനെ ത്രിമൂർത്തികളുടെ ഒരു ത്രികോണ മത്സരമാണ് ബേപ്പൂരിൽ നടക്കുന്നത്.